السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الجنة التي وعد المتقون تجري من تحتها الأنهار أكلها دائم وظلها، تلك عقبى الذين اتقوا وعقبى الكافرين النار. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. الجنة أقرب إلى أحدكم مثل شراك عليه، والنار مثل ذلك، أو كما قال رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاع يعظمه، فطاب من طيبهن القاع ولكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, മഹല്ല് കമ്മിറ്റി നേതാക്കളെ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റജബ് മാസത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പേരിലുള്ള
ഉറൂസ് മുബാറക്കിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും കാരണം നമ്മുടെ എല്ലാവരുടെയും ഈമാൻ ശരിയായ രൂപത്തിൽ ഊട്ടിയുറപ്പിച്ച് കാമിലായ ഈമാനോടെ മൗത്താകുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഉസ്താദുമാര്, സാദാത്തുക്കൾ, പ്രത്യേകിച്ച് ഈ ഉറൂസ് മുബാറക്കിന് എല്ലാവിധ നേതൃത്വവും നൽകുന്ന ഈ നാട്ടിലെ നല്ലവരായ ഉമറാക്കൾ, ഉസ്താദുമാർ, സാദാത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശബ്ദം ശ്രവിക്കുന്ന പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന് വിട പറഞ്ഞു പോയവർ എല്ലാവരുടെയും ബർസഖിയ ലോകം അല്ലാഹു സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും നരകവും രണ്ടും സൃഷ്ടിച്ച് സംവിധാനിച്ചു കഴിഞ്ഞു. ഇനി പുതുതായി ഒന്നും സൃഷ്ടിക്കാനില്ല. സ്വർഗവും സൃഷ്ടിച്ചു, നരകവും സൃഷ്ടിച്ചു. ആ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഉള്ള ആളുകളെ അല്ലാഹു തആല നിശ്ചയിക്കുകയും ചെയ്തു. ഈ ഭൂമിയിലേക്ക് അല്ലാഹു നമ്മെ പടക്കുന്നതിന്റെ മുമ്പ് അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കുന്നതിന്റെ മുമ്പ് സ്വർഗവും നരകവും സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുണ്ട്. നരകം അല്ലാഹുവിന് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിലേറ്റവും കൂടുതൽ മുസ്ലിങ്ങളായ നമ്മൾ ആലോചിക്കേണ്ടത് നരകത്തിലേക്ക് പോകുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ പക്കലിൽ നിന്ന് ഉണ്ടാകാതെ ഈ ദുനിയാവിലെ കുറഞ്ഞ കാലത്തെ ജീവിതം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യും. നരകവും സ്വർഗവും നമ്മോട് വളരെ അടുത്താണുള്ളത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. നമ്മുടെ ചെരുപ്പിന്റെ വാറ് നമ്മോട് അടുത്ത് നിൽക്കും പോലെ രണ്ടും അടുത്താണുള്ളത്. നരകക്കാരാവുക വളരെ എളുപ്പമാണ്. സ്വർഗക്കാരാവുക വലിയ അധ്വാനമാണ്, പ്രയാസമാണ്. സ്വർഗം ആർക്കാണ്? ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു തആല സ്വർഗം തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് സ്വർഗത്തെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞിടത്ത് മുഴുവനും മുത്തഖീങ്ങളുടെ സ്വർഗം, മുത്തഖീങ്ങൾക്കുള്ള സ്വർഗം. മുത്തഖി എന്നതിന്റെ പരിധിയിൽ ഉൾപ്പെട്ടുകൊണ്ട് മരിച്ചുപോയി. മുഅ്മിനായ ആൾക്കല്ലാതെ, മുത്തഖിയായ ആൾക്കല്ലാതെ സ്വർഗത്തിൽ പ്രവേശനം നൽകപ്പെടുകയില്ല. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും
സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിശേഷണങ്ങൾ പറയുന്നതിന്റെ മുമ്പ് നമ്മളെ ഈ ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും എവിടെയും പറഞ്ഞെത്തൂല, എന്നാലൊന്ന് ബർക്കത്തിന് വേണ്ടി പറയാന്നുള്ള വിഷയം കൊടുത്തതുകൊണ്ട്. സ്വർഗം തന്നെ പറഞ്ഞാനാകൂല, പിന്നല്ലേ നരകം. വിഷയം പറഞ്ഞത് കൊണ്ട് അല്പാൽപ്പം ഒന്ന് പറയാൻ മാത്രം. പക്ഷെ കാര്യമായി കാതലായി ചിന്തിക്കേണ്ട ഒരു വശം, സ്വർഗത്തിലേക്കുള്ള ആളുകളെ നരകത്തിലേക്കുള്ള ആളുകളെ രണ്ടും അല്ലാഹു തആല നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് മുഴുവനും പേടിച്ച് വിറച്ച്, വലിയ ഈമാനുള്ളവരാണല്ലോ അവർ, രാത്രി മുഴുവനും ഉറക്കൊഴിച്ച് എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലാതെ സുബിഹി വരെ ചിന്തയിലാണ്ടുപോയ ഒരു സംഭവമാണ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള ആളുകളെ വേർതിരിക്കാൻ വേണ്ടി പറയുന്ന ഹദീസ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അന്ന് രാത്രി. ഹദീസിൽ കാണാം, രാത്രി ഭക്ഷണം ഉണ്ടാക്കുന്നതിന് അടുപ്പിന്റെ മേലെ വെച്ച ചട്ടി, ആ ചട്ടിയിൽ വെള്ളമൊഴിച്ച് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചിരുന്നു പോയി പലരും. നേരം വെളുക്കും വരെ കരഞ്ഞ സ്വഹാബിമാരുണ്ട്. ഒരു തുള്ളി ഭക്ഷണം പോലും കഴിക്കാതെ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടിയവരുണ്ട്. എല്ലാവരും ഒരേ ചിന്തയിലാണ്. നാളെ മഹ്ശറിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയം, മുത്തഖീങ്ങൾ മുഅ്മിനീങ്ങൾ അർശിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയം അല്ലാഹു തൗഫീഖ് തരട്ടെ. അർശിന്റെ തണലിൽ കൊള്ളാനുള്ള ഭാഗ്യം തന്നെ സഹോദരങ്ങളെ എല്ലാവർക്കും ഇല്ലല്ലോ. നിശ്ചയിക്കപ്പെട്ട ചില വിഭാഗം ആളുകൾക്ക് മാത്രമല്ലേ തണലുള്ളൂ. 7 വിഭാഗമല്ല 70-ലധികം വിഭാഗമുണ്ടെന്ന് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു 7ന്റെ ഹദീസുണ്ട്, അത് അതിലെ പ്രധാനപ്പെട്ട തലങ്ങളാണ്. വേറെയും ചില ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് 7 വിഭാഗം മാത്രമല്ല 70-ലധികമുണ്ട്. ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ട് കിട്ടാനാവണം നമ്മുടെ ജീവിതത്തിലെ അശ്രാന്ത പരിശ്രമങ്ങൾ മുഴുവനും. ആ ഒരു ഘട്ടത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പ്രത്യേകം ക്ഷണിക്കുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, നിങ്ങളുടെ മുതുകിൽ നിന്നാണല്ലോ ലോകത്ത് മനുഷ്യന്മാര് മുഴുവനും പിറവികൊണ്ടത്. നിങ്ങളെ മുതുകിൽ നിന്ന് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ഉള്ള ആളുകളെ ഒന്ന് മാറ്റി തിരുത്തി വേർതിരിച്ചു വെക്കണം. നരകത്തിലേക്കുള്ള ആളുകളെയും സ്വർഗത്തിലേക്കുള്ള ആളുകളെയും വേർതിരിക്കണമെന്ന് പറയുമ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാ, എത്ര ആളുകളെയാണ് സ്വർഗത്തിലേക്ക് ഞാൻ കൊടുക്കേണ്ടത്? എത്ര ആളുകളെയാണ് നരകത്തിലേക്ക് അയക്കേണ്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറയും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മിൻ കുല്ലി അൽഫിൻ 99 വ 900 ഇലന്നാർ. ഓരോ 1000-ൽ നിന്നും 999 മെമ്പർമാർ നരകത്തിലേക്കുള്ളവരാണ്. 1000-ൽ നിന്ന് ഒരാള് മാത്രമേ സ്വർഗത്തിലേക്കുള്ളൂ. സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള അംഗങ്ങളെ വേർതിരിക്കുമ്പോ നരകത്തിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും ചെന്ന് വീഴുന്നത്. സ്വർഗത്തിലാണ് കുറഞ്ഞ ആളുകളുള്ളത്. നരകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ചെന്ന് വീഴുന്നു. 1000 ആള് നരകത്തിലേക്ക് പോകുമ്പോ ഒരൊറ്റ മെമ്പർ മാത്രമേ സ്വർഗത്തിലേക്ക് വരുന്നുള്ളൂ. 10,000 ആളുകൾ നരകത്തിലേക്ക് വീഴ്ത്തപ്പെടുമ്പോ 10 ആളുകളെ സ്വർഗപ്രവേശനം നൽകപ്പെടുന്നുള്ളൂ. അതേ സഹോദരങ്ങളെ, 1,00,000 ആളുകളെ നരകത്തിലേക്ക് വീഴ്ത്തപ്പെടുമ്പോ സ്വർഗത്തിലേക്കുള്ള മെമ്പർമാരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. 100 മെമ്പർമാര് മാത്രമേ ഉള്ളൂ. കോടിക്കണക്കിന് ആളുകൾ അപ്പുറത്ത് നരകത്തിൽ പോയി ആപതിക്കുമ്പോഴും നരകം അതിന്റെ ആക്രാന്തവും നരകം അതിന്റെ ആക്രോശവും അടങ്ങാതെ അല്ലാഹുവിനോട് ചോദിക്കും. എത്ര കൊടുത്താലും ചോദിക്കും, അല്ലാഹുവേ ഹൽ മിൻ മസീദ്,
ഇനിയും തരാനുണ്ടോ? യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅതി, നരകത്തോട് നമ്മൾ ചോദിക്കുന്ന ദിനം, നരകമേ നിനക്ക് നിറഞ്ഞോ? നിന്റെ ഉൾഭാഗം നിറഞ്ഞ് കവിഞ്ഞോ എന്ന് ചോദിക്കുമ്പോ നരകം തിരിച്ചു ചോദിക്കുന്നത് ഹൽമിം മസീദ്, ഇനിയും തരാനുണ്ടോ? ഇത്ര കോടിക്കണക്കിന് ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ആ നരകത്തിലേക്ക് കൊണ്ടുപോയി വീഴ്ത്തിയ ശേഷവും നരകം അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഇനിയും തരാനുണ്ടോ എന്നാണ്. ഈ ശതമാനം വെച്ച് വേണം മുഅ്മിനീങ്ങളെ നമ്മൾ അധ്വാനിക്കാൻ. അതാ തുടക്കത്തിൽ നരകത്തിലേക്ക് പോകുന്നത് എളുപ്പമാണ്, സ്വർഗത്തിലേക്ക് പോകുന്നത് വലിയ അധ്വാനമാണ്. വളരെ വലിയ അധ്വാനം സ്വർഗപ്രവേശനത്തിന്റെ പിന്നിലുണ്ട്. അല്ലാഹു ആ വലിയ വിശാലമായ റഹ്മത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ഇങ്ങനെ മാറ്റിത്തിരിക്കുന്ന ഹദീസ് പറഞ്ഞ് ഈ ഹദീസ് ഓതിക്കൊടുത്ത ശേഷം സ്വഹാബത്ത് അന്ന് രാത്രി ഭക്ഷണം കഴിച്ചില്ല. ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്, പലരും ഭക്ഷണം ഉണ്ടാക്കുന്നത് മറന്നുപോയി. നേരം വെളുക്കുമ്പോ അവര് ചോദിക്കുന്നത് അയ്യുനാ ദാലിക്കൽ വാഹിദു യാ റസൂലല്ലാഹ്, 1000-ൽ 1 മെമ്പർ എന്ന് പറഞ്ഞില്ലേ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആ ഒരാള് ആരാണ്? 1000 ആള് സ്വർഗത്തില് നരകത്തിലേക്ക് പോകുമ്പോ ഒരാളല്ലേ സ്വർഗത്തിൽ പോകുന്നത്? ഞങ്ങളെ കൂട്ടത്തില്ല ഒരാള് ആരാണ്? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതാണ്. അയ്യുനാ ദാലിക്കൽ വാഹിദ്, അയ്യുനാ ദാലിക്കൽ വാഹിദ്, അയ്യുനാ ദാലിക്കൽ വാഹിദ്. ആ ഒരാള് ആരാണ്? ഒരാള് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ബേജാറാകണ്ട, നരകം നിറക്കാൻ അല്ലാഹു തആല ഇവിടെ വേറെയും സൃഷ്ടികളെ സംവിധാനിച്ചിട്ടുണ്ട്. മനുഷ്യരെ കൂട്ടത്തിൽപ്പെട്ട തന്നെ വിചിത്ര രൂപത്തിൽ അല്ലാഹു സൃഷ്ടിച്ചു വെച്ചൊരു സൃഷ്ടിയുണ്ട്. 2 വിഭാഗമായിട്ട് അറിയപ്പെടുന്ന യജൂജ് മഅജൂജ്, യാഗോഗ് മാഗോഗ് സമൂഹമുണ്ട്. നിങ്ങളെക്കാൾ എത്രയോ അവരധികമുണ്ട്. സ്വഹാബത്തിനെ ആശ്വസിപ്പിച്ചെങ്കിലും സ്വഹാബത്തിന്റെ മനസ്സിന് സമാധാനമായിട്ടില്ല. നരകത്തിലേക്കുള്ള ഒരു വിഷയം പറയുമ്പോ ഇത്ര പേടിച്ച് പൊട്ടിക്കരഞ്ഞ ഒരു വിഭാഗം മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ വേറെ കാണാൻ കഴിയില്ല. സ്വഹാബിമാരെ പോലെ സ്വർഗത്തെ പറ്റി പറയുമ്പോ ഇത്ര താല്പര്യപ്പെട്ട് സ്വർഗം വാങ്ങുന്ന ഒരു സ്വഹാബത്തിനെ പോലെ വേറെ കാണാൻ കഴിയില്ല. സ്വർഗത്തിന്റെ എന്തെങ്കിലും വിഷയം പറയുമ്പോഴേക്ക് ആ സ്വർഗം എനിക്ക് കിട്ടണം, ആ സ്വർഗത്തിൽ ഞാൻ മെമ്പറാകണം എന്ന് ഏറ്റവും ഉത്സാഹത്തോടെ അത്യുത്സാഹത്തോടെ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവരാണ് സ്വഹാബിമാരെല്ലാവരും. സ്വഹാബി വനിതകൾ മുഴുവനും അങ്ങനെ തന്നെയാണ്. സ്വർഗത്തിലേക്കുള്ള നല്ലൊരു വഴിയാണ് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ കേട്ടത്. അത് ചെറിയൊരു പോയിന്റ് അല്ല. ഒരു ദിവസം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സിദ്ദീഖ് തങ്ങൾ അടുത്തിങ്ങനെ ഇരിക്കുമ്പോ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ 360 സ്വഭാവങ്ങളുണ്ട്. മക്കാരിമുൽ അഖ്ലാഖ്, സൽ സ്വഭാവങ്ങൾ 360 എണ്ണമുണ്ട്. ആ 360-ൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്വഭാവം അഫ്ളലുഹാ അസ്സഖാ, ഏറ്റവും ഉന്നതമായ സ്വഭാവം ധർമ്മമാണ്. ധർമ്മം പല മേഖലകളിൽ നമ്മൾ പിശുക്കും. ആവശ്യമില്ലാത്ത മേഖലകളിൽ, കൊടുക്കേണ്ട മേഖലകളിൽ പിശുക്കും. നന്നായി കൊടുക്കണം എന്ന് ദീന് നമ്മളോട് പറഞ്ഞു. സ്വർഗം വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സംഭാവനയാണ് സ്വന്തം കുടുംബക്കാർ കൊടുക്കുക എന്നുള്ളത്. ഏറ്റവും തോന്നെ പിശുക്ക് വരുന്നത് അവിടെ. അത് സഹായിച്ചവൻ എങ്ങനെങ്കിലൊക്കെ ആയിട്ട് അങ്ങോട്ട് റെഡി ആയിക്കോളൂ. സ്വന്തം രക്താണ് സഹോദരങ്ങൾ സഹോദരിമാർ, അവരെ കൊടുക്കുന്നിടത്ത് വരെ ആളുകളൊന്ന് ചിന്തിക്കും, ഇത്ര കൊടുക്കണം. സ്വന്തം പെങ്ങളെ കുട്ടിന്റെ കല്യാണമാണ്, നമ്മൾ സഹായിക്കണ്ടേ? എത്ര വലിയ ബന്ധാ നമുക്ക്. തൊട്ടാൽ ഒന്നും അറിയാത്ത രക്തബന്ധത്തിന് വലിയ മികച്ചൊരു ബന്ധം.
കുടുംബം എന്ന അർത്ഥത്തിൽ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തലമാണ് സഹോദരിയുടെ മകളൊക്കെ. അപ്പൊ സഹോദരന്റെ മകളെ കല്യാണത്തിന് ഒരു 50,000 കൊടുക്കണം എന്ന് വിചാരിച്ച് ചെന്നതാ. 50,000 കയ്യിലുണ്ട്. അവിടെ എത്തുമ്പോ കുറെ ആളുകൾ ലെക്കോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തു. ഇഷ്ടം പോലെ ലെക്കോട്ടല്ലേ. ലെക്കോട്ടിൽ എന്താ ഉണ്ടാകുന്ന തുറന്നു നോക്കിയാലേ അറിയുള്ളൂ. അതിൽ 200 ഉണ്ടാകാം, 100 ഉണ്ടാകാം, 50 ഉണ്ടാകാം. അതുകൊണ്ടല്ലേ കവറിൽ വെച്ചത്. ഓപ്പൺ ആണെങ്കിൽ പിന്നെ ചെറുതുണ്ടാകൂല, വലുതുണ്ടാവും. പക്ഷെ ലെക്കോട്ടിന്റെ കനം കണ്ടപ്പോ ഈ കൊടുക്കാൻ വേണ്ടി 50,000 ചെന്ന സ്വന്തം സഹോദരൻ, അയാൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അയാൾ ഒറ്റൊന്ന് ചിന്തിച്ചാ മതി, എന്റെ സ്വന്തം രക്താണ്, 1 ഇഞ്ച് കുറയാതെ ഏറെ ഞാൻ കൊടുക്കേണ്ടത്. ലെക്കോട്ടിന്റെ കണ്ണം കണ്ടപ്പോ അയാളെ മനസ്സിലേക്ക് പിശാച് മന്ത്രിച്ചു, എന്തിനത്ര കൊടുക്കുന്നത്? 10 20 കൊടുത്ത് ബാക്കി വേറെ എന്തെങ്കിലും ചിലവഴിച്ചു. ചുരുക്കി അവിടെ 50 കൊടുക്കേണ്ടത് ചുരുക്കി നമ്മള് അങ്ങനെ ഒന്ന് കൂട്ടി നോക്കൂ. വീട്, ഹോസ്പിറ്റലിലേക്ക് ചെന്ന ബില്ല് ഞാൻ അടക്കണമെന്നൊക്കെ ചോദിച്ചു ചെന്നിട്ടുണ്ടാവും. ബില്ലിങ്ങനെ മാറി മറിഞ്ഞു വരും. ബില്ലിന്റെ കനം കണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എത്ര ബില്ലിപ്പോ ഒറ്റടിക്ക് വന്ന ബില്ലാണിത്. നാളെ വേറെ ബില്ല് വരാനുണ്ട്. ബില്ല് നോക്കട്ടെ, ഇത് രാവിലെ വന്ന അത് അടച്ചിട്ടില്ല. ഈ ബില്ല് ഞാൻ അടക്കാം രാവിലത്തത്. നോക്കുമ്പോ അതൊരു 5,000 റുപ്യ ഉണ്ട്. ഉച്ചക്കത്തെ ബില്ല് വേറെ വന്ന് നിൽക്കുന്നുണ്ട്, അത് 15,000 ഉണ്ട്. അത് അടച്ചില്ല. കുറച്ചെങ്കിലും ഒന്ന് അടക്കണ്ടേ, ഒരു 5 അടച്ചു. ഇത് മൊത്തം അടക്കാൻ കഴിവുള്ള ആളാണ്. അല്ലെങ്കിൽ ഇയാള് ചോദിക്കും, ഈ ഹോസ്പിറ്റലിൽ കടന്ന ആള് വല്ല കാശും കയ്യിൽ തന്നിട്ടുണ്ടോ? ഞാൻ തൽക്കാലം ഇപ്പൊ അത് എടുത്തോളൂ, തീരുമ്പോ എന്നെ വിളിച്ചാൽ മതി. തീരാൻ നേരത്തെ പിന്നെ ആ വഴിക്ക് കാണൂല. കൊടുക്കുന്നിടത്ത് എത്ര കുറവാ. കുടുംബക്കാർക്ക് കൊടുക്കുന്നിടത്ത് മനസ്സറിഞ്ഞു കൊടുക്കാൻ കഴിയോ? സ്വന്തം സഹോദരൻ വീടുണ്ടാക്കാൻ, നമുക്കൊരു വീടായാലും സ്വന്തം സഹോദരൻ വീടുണ്ടാക്കാൻ എത്ര കൊടുക്കും നമ്മള്? പലരും പറയും പണി കഴിയട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു കട്ടില് കൊടുക്കാം. പണി കഴിഞ്ഞിട്ടല്ല കട്ടില് കൊടുക്കേണ്ടത്, പണി നടക്കുമ്പോ കൊടുക്കണം കാശ്. അപ്പോഴാണല്ലോ കൂടുതൽ ആവശ്യം വരുന്നത്. അല്ലാഹു തആല തന്ന കണക്കനുസരിച്ച് നമ്മൾ എത്ര കൊടുത്താലും എത്രയും വർധനവ് അല്ലാഹു തആല തരും എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വിശ്വാസമുണ്ട്? 360 സ്വഭാവങ്ങളുണ്ട്. ആ 360 സ്വഭാവങ്ങളും സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരെ സ്വഭാവം പറഞ്ഞപ്പോ ആ സ്വഭാവങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഏറെ ആഗ്രഹിച്ചുകൊണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലേ, ആ 360 സ്വഭാവങ്ങളും ആരിലാ ഉള്ളത്? 360 സ്വഭാവം ആരിലാ ഉള്ളത്? അതിൽ ഏറ്റവും വലിയ സ്വഭാവം എന്താ പറഞ്ഞത്? അസ്സഖാഉ, ധർമ്മം, ഉദാരത. ഒരു പാവപ്പെട്ട ആളെ കാണുമ്പോ ചോദിക്കാറൊന്നുമില്ല, കൊടുക്കന്നെ. ബഹുമാനിക്കേണ്ട തലത്തിൽപ്പെട്ട ആളാണ്, ചോദിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഇല്ല ആൾക്ക്, അങ്ങനത്തെ ആൾക്കല്ലേ കണ്ടറിഞ്ഞു കൊടുക്കണ്ടേ അല്ലേ? ഡ്രസ്സോ കണ്ടാ വിചാരിക്കും അത്യാവശ്യം ഉണ്ട് കേട്ടോ ആൾക്ക്, ഓ ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല ജീവിതം. പക്ഷെ ഉള്ള അന്വേഷിച്ച് നോക്കുമ്പോ കട്ട പുകയാണ്, പാവാണ്, ഒന്നുമില്ല, ഉള്ള മാനം മറിച്ചങ്ങനെ നടക്കാണ്. കണ്ടറിഞ്ഞു കൊടുക്കണം നമ്മള്, വീക്ഷണം കണ്ടറിഞ്ഞ്. സ്വർഗത്തിലേക്കാണ് ഇതൊക്കെ കൊടുക്കണം. ഉദാരത അവിടെയാണ്. ചിലപ്പോ സ്വന്തം അയൽക്കാരനാകും, പക്ഷെ ഒന്നും മിണ്ടുന്നുണ്ടാകൂല, നീറുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. അറിഞ്ഞോ? വേറെ ആരെയും അറിയിക്കാതെ ഏറ്റെടുക്കാൻ കഴിയോ? സ്വർഗം തരും പഠിച്ചാലും. 360 സ്വഭാവങ്ങളും കുല്ലുഹാ ഫീക യാ അബൂബക്കർ, 360 നിങ്ങളിലുണ്ട് അബൂബക്കറേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 360 നിങ്ങളിലുണ്ട്. ഏറ്റവും വലുതായി പറഞ്ഞത് ധർമ്മമല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ധർമ്മത്തിന് വല്ല കണക്കുമുണ്ടോ സഹോദരങ്ങളെ? ഖുർആൻ തന്നെ സിദ്ദീഖ് തങ്ങളെ പറ്റി പറഞ്ഞപ്പോ അങ്ങനെയല്ലേ പറഞ്ഞത്? വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതി മാലഹു യതസക്കാ. ആകെയുള്ള സമ്പത്തിന്റെ 3/4 ഭാഗവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 40,000 ദിർഹമാണ് ആകെയുണ്ടായിരുന്നത്. 40,000 ദിർഹമിൽ 35,000 ദിർഹമും കൊടുത്തത് അല്ലാഹുവിന്റെ ഹബീബിനാണ്. 5,000 ദിർഹം കൊണ്ടാണ് ഉപജീവന മാർഗം നടത്തിയത്. ഒരു കച്ചവടം നടത്തിയിട്ട് കുടുംബത്തിന്റെ വരവ് ചെലവുകൾ ആ 5,000 കൊണ്ട് മുന്നോട്ട് നീക്കി.
35,000 ദിർഹം മൊത്തം കൊടുത്തത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. എന്നിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ടോ? ഇല്ല. പാവപ്പെട്ട ഒരു അൻസാരിയായ സ്വഹാബി, അൻസാറുകൾപ്പെട്ട ആളാണെങ്കിലും പാവമാണ്. നേരം വെളുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ തന്റെ മകൻ, മുട്ടുകുത്തി നടക്കുന്ന മകൻ, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്ന് അയൽവക്കക്കാരന്റെ വീട്ടുമുറ്റത്തുള്ള ഈത്തപ്പന മരത്തിൽ നിന്ന് കൊഴിഞ്ഞു ചാടിയ ഈത്തപ്പഴ മരങ്ങൾ, ഈത്തപ്പഴ കഷ്ണങ്ങൾ എടുത്ത് വാവിലിട്ട് ഇങ്ങനെ കുറിച്ച് തിന്നുന്നത് കണ്ടിട്ട് വായിലേക്ക് കൈയിട്ടിട്ട് അൻസാരിയായ സഹാബി പുറത്തേക്ക് തോണ്ടിക്കളഞ്ഞു. ചെറിയ കുട്ടി വിശപ്പ് കൊണ്ട് കരഞ്ഞുപോയി. ആ കുട്ടിയെ നെഞ്ചോട് ചേർത്തിട്ട് അൻസാരിയായ സഹാബി പറഞ്ഞു, മോനെ, പട്ടിണി മൂലം നീ മരിച്ചാലും ഹറാമു ഭക്ഷിച്ച് വളരല്ല, അതെനിക്ക് സഹിക്കില്ല. ഒന്നും എനിക്ക് തരാൻ കഴിയാത്തത് കൊണ്ട് നീ അങ്ങ് മരിച്ചു എന്ന് കരുതിക്കോളൂ, ഞാനത് സഹിച്ചോളും, ക്ഷമിച്ചോളും അല്ലാഹുവിന് വേണ്ടി. അതേ സമയത്ത് ആരാന്റെ മുതലിൽ നിന്നൊരു ചുളക്കാരക്ക പോലും നിന്റെ ഉള്ളിൽ ദഹിക്കുന്നത്, രക്തത്തോട് കലരുന്നത് ബാപ്പക്ക് സഹിക്കൂല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റിന് നിൽക്കാതെ പോകുന്ന സ്വഹാബിയുടെ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചപ്പോ ഒരൊറ്റ മരത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ ആ മരത്തിന്റെ ഉടമയെ, അയൽവാസിയെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളെ വീട്ടുമുറ്റത്ത് നിന്ന് ഈ കാണുന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷമില്ലയോ, ഈത്തപ്പഴ മരം, അത് ഇദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കണം, പകരം സ്വർഗത്തിൽ 10 തരാം. അൻസാരിയായ സഹാബിയുടെ ഒരു മരങ്ങൾ കൊടുത്താൽ, ഈ അൻസാരിയായ സഹാബിക്ക് കൊടുത്താൽ അയൽവാസിയോട് പറയാൻ, സ്വർഗത്തിൽ 10 തരാം. എന്താ ഓഫർ? സ്വർഗത്തിൽ 10 തരാൻ പറഞ്ഞാൽ 2 കൈയും നീട്ടി സ്വീകരിക്കണ്ടേ? സ്വർഗത്തിൽ 10 തരുമെന്ന് പറഞ്ഞ വാക്കിന് മാറ്റല്ല. ആരാണത് പറഞ്ഞത്? സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇതിന് മാറ്റല്ല. അത് കിട്ടും. ആ സ്വർഗത്തിൽ 10 തരും എന്നതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈമാനോടെ മരിക്കാൻ കഴിയും, അല്ലാതെ എങ്ങനെ സ്വർഗത്തിലെത്തുന്നത്? ഈമാനോടെ മരണം കിട്ടും, സ്വർഗത്തിലെത്തും, സന്തോഷത്തോടെ കഴിയാൻ പറ്റും. പക്ഷേ ഈമാന് വേണ്ട സഹോദരങ്ങളെ ഇത് സ്വീകരിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിലുള്ള നിഫാഖിന്റെ ഖറ അപ്പോഴാണ് സ്വഹാബത്തിന് പുറത്തേക്ക് വാസനിച്ചത്. അയാൾ പറഞ്ഞു, ഞാൻ അവധി കച്ചവടം ചെയ്യുന്ന ആളല്ല. തലയിൽ കൈവച്ചു പോയി സ്വഹാബത്ത്. ഒരു ചാൻസ് വന്ന് വീണിട്ട് ഇത്ര പെട്ടെന്ന് നഷ്ടപ്പെടുത്തിയല്ലോ മനുഷ്യൻ. അവധിക്ക് ഞാൻ വിൽപ്പന നടത്താറില്ല, എനിക്ക് ഇപ്പൊ കിട്ടണം 10, എന്നാ ഞാൻ 1 തരാന്ന് പറഞ്ഞു. സ്വർഗത്തിൽ ആ 10 പറഞ്ഞത് ഒരിക്കലും തീരാത്ത കായ്കനികൾ, നഷ്ടം വരാത്ത ഉദ്യാനങ്ങൾ, വകഭേദമില്ലാത്ത സുഖങ്ങൾ, എപ്പോഴും സുഗന്ധമൂറുന്ന മന്ദമാരുതൻ, കാറ്റടിച്ച് വീശുന്ന സ്വർഗം, ഒരു ക്ഷീണവുമില്ലാത്ത സ്വർഗലോകം. അവിടല്ലേ 10 തരാന്ന് പറഞ്ഞത്. ദുന്യാവത്തെ 10 കുറച്ച് ഞാൻ മുറിച്ചു മാറ്റപ്പെടൂലേ, കായ്ക്കനികൾ ഇല്ലാതെയായി പോകൂലേ? പക്ഷേ സ്വീകരിച്ചില്ല ലാഭം. ആ മനുഷ്യൻ ഞാൻ അവധിക്ക് കൊടുക്കൂലെന്ന് പറഞ്ഞ ഉടനെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലേ, ഈ മനുഷ്യന് 10 മരങ്ങൾ എന്റെ തോട്ടത്തിൽ നിന്ന് ഞാൻ എണ്ണിക്കൊടുക്കാം, സ്വർഗത്തിലെ 10 എനിക്ക് തരുമോ? എത്ര പെട്ടെന്നാണെന്നറിയോ? വേറെ ആരെങ്കിലും മുന്നോട്ട് വരുന്നതിന് മുമ്പ് വേഗം വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നോക്ക്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗം വാങ്ങാൻ പോയി 10 വേണ്ട, നേരത്തെ തന്നെ ചെലവഴിച്ചത് എത്രണ്ട്. പക്ഷേ സ്വർഗത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനമാണത്, നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഒരു ചാൻസ് മുടക്കരുത്. എത്ര നിങ്ങൾ സ്വർഗത്തിന്റെ അമല് ചെയ്തിട്ടുണ്ടോ മദീന് തോന്നരുത് മുഅ്മിനീങ്ങളെ. അങ്ങനെ തോന്നുകയാണെങ്കിൽ ആദ്യം തോന്നേണ്ട ആളാരാന്നറിയോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്ത് ചെയ്താലും സ്വർഗം വാസനിക്കുന്ന അമലാണ് എപ്പോഴും. അമലുകൾ ഇങ്ങനെ കേട്ടാല് ബാക്കിയുള്ള സ്വഹാബത്ത് പറയില്ലേ, സ്വർഗം വാസനിക്കുന്നുണ്ട് അമല് കേട്ടിട്ട്. ആ 10 സ്വർഗത്തിലേത് എനിക്ക് തരുമോ? ഈ മനുഷ്യൻ എന്റെ തോട്ടത്തിൽ നിന്ന് 10 എണ്ണിക്കൊടുക്കാം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 10 നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു സിദ്ദീഖ്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ 10 എണ്ണം വാങ്ങുമ്പോ സ്വഹാബത്ത് പറയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആവേശം, സ്വർഗത്തിലെ ഒരു 10 മരം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഓഫർ സ്വീകരിക്കാതെ ഹതഭാഗ്യനായ മനുഷ്യനെ വിളിച്ചു കൊണ്ടുപോയിട്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എന്റെ തോട്ടം നോക്കിക്കോ, നിനക്ക് തൃപ്തിയാകുന്ന 10 മരങ്ങൾക്ക് നമ്പർ ഇട്ട് മാർക്കിട്ടോ, 10 എണ്ണം നീ എടുത്തോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷത്തിലാണ്, 10 എണ്ണം സ്വർഗത്തിലേത് കിട്ടിയ സന്തോഷത്തിൽ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 10 മരങ്ങൾ വേണോ? അല്ലാതെ തന്നെ സ്വർഗത്തിന്റെ ഓഫർ എത്ര കിട്ടിയിട്ടുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് മദീന പള്ളിയിൽ വെച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തൊക്കെ ഉള്ള സദസ്സിൽ വെച്ച് ചോദിച്ചില്ലേ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ നോമ്പ് നോറ്റിരിക്കുന്നത്? എല്ലാവരും നോക്കാണ് പല ഭാഗത്തേക്കും, ആരാ എഴുന്നേൽക്കുന്നത്? ആരും എഴുന്നേറ്റില്ല. എഴുന്നേറ്റത് ഒരാൾ മാത്രം, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പുറത്തിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ചോദ്യം ഇന്നലെയാണെങ്കിൽ എനിക്കും എഴുന്നേൽക്കായിരുന്നു, ഇന്ന് എനിക്ക് നോമ്പില്ല. ഇന്നലെയാണെങ്കിൽ സുന്നത്ത് നോമ്പാണ് ചോദിക്കുന്നത്, നിർബന്ധമല്ല. നിർബന്ധമാണെങ്കിൽ എല്ലാരും ഒരുമിച്ച് എഴുന്നേൽക്കൂലേ? ഒരു മുഅക്കദായ സുന്നത്ത് നോമ്പാണെങ്കിൽ ആരെങ്കിലും ഒഴിവാക്കോ? ആർക്കും നോമ്പില്ലാത്തൊരു ദിവസവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോമ്പുണ്ട്. അപ്പുറത്ത് ഉമർ റളിയല്ലാഹു അൻഹു പതുക്കെ പറഞ്ഞു, ഈ ചോദ്യം ഇന്നലെ ആയില്ലല്ലോ, ഇന്നലെയാണെങ്കിൽ ഞാനും എഴുന്നേൽക്കുമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോ ഒന്നുകൂടി രസാവഹമായ ചോദ്യമാണ്, മൻ ആദ മിൻകുമുൽ യൗമ മരീളാ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പള്ളി വിട്ട് ഇറങ്ങിയിട്ടില്ല, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചതാരുണ്ട്? ചില സ്വഹാബിമാരൊക്കെ പരസ്പരം പറഞ്ഞു, സാധാരണ നമ്മൾ പള്ളി വിട്ട് ഇറങ്ങുമ്പോഴല്ലേ ഇന്നാള് രോഗിയാണ്, നമ്മളൊന്ന് പോയി കാണാന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടാകല്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഇവിടെ തന്നെയാണല്ലേ ചോദ്യം. എഴുന്നേറ്റ് നിന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇന്ന് ഞാൻ രോഗിയെ സന്ദർശിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നിങ്ങൾ ആരെ സന്ദർശിച്ചത്? സുബഹി നിസ്കാരത്തിന് ഞാൻ വീട് വിട്ടിറങ്ങുമ്പോ വാതിലിനോട് ഓരം ചേർന്ന് നിന്നിട്ട് എന്റെ ഭാര്യ പറഞ്ഞു, ഉമ്മു റൂമാൻ ബീവി എന്നോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സുഖമില്ലെന്ന വിവരം ഇന്നലെ രാത്രി എന്നോട് ഒരാള് പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണ് പറഞ്ഞിട്ടുണ്ട്. പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഞാനൊന്ന് കേറി. സുഖവിവരങ്ങൾ അന്ന് അന്വേഷിച്ചു രോഗിയെ സന്ദർശിച്ചിട്ടാണ് സുബഹിന്റെ ജമാഅത്തിന് വന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ചോദ്യമാണ് സഹോദരങ്ങളെ, ചോദ്യത്തിന് എന്തൊരു ഉത്തരമാണ്. ആരും രോഗിയെ സന്ദർശിക്കാത്ത സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗിയെ സന്ദർശിച്ചത് എന്തൊരു സന്തോഷമാണ്. രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം കേൾക്കുമ്പോ ഒന്നുകൂടി സ്വഹാബത്ത് ചിന്തിച്ചു പോയി, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനാ, ഇന്നൊരു മിസ്കീന് ഭക്ഷണം കൊടുത്തതാരുണ്ട്? സ്വഹാബത്ത് ചോദിച്ചു, നബിയെ പള്ളിയിൽ നിന്ന് ഇറങ്ങണ്ടേ, ഏതെങ്കിലും ഒരു മിസ്കീനെ കാണുമ്പോ ഭക്ഷണം കൊടുക്കാൻ? സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, ചോദിച്ചു, നിങ്ങൾ ആർക്കാ ഭക്ഷണം കൊടുത്തത്? ഞാനും എന്റെ മകനും വീട്ടിൽ നിന്ന് വരുന്നത് ഒരുമിച്ചാണ്. എന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം ഉണ്ടായിരുന്നു. മദീന പള്ളിയോട് ചേർന്ന് എത്തിയപ്പോ ഒരു പരിചയമില്ലാത്തൊരു മിസ്കീനെ കണ്ടപ്പോ ആ റൊട്ടി കഷ്ണം വാങ്ങിയിട്ട് ഞാൻ ആ മിസ്കീൻ അങ്ങ് കൊടുത്തുപോയി. ഇന്നത്തെ ദിവസത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ സ്വതക്കയാണ്. ഈ അമലുകളൊക്കെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വഹൻ വഹാ ലിരിഹിൽ ജന്നാ, സ്വർഗത്തിന്റെ മന്ദമാരുതൻ അടിച്ചു വീശുന്നു, സ്വർഗത്തിന്റെ വാസന ഞാൻ ആസ്വദിക്കുന്നു. എന്തായി കേൾക്കുന്നത്? നേരം വെളുക്കുന്നതിന്റെ മുമ്പ് തന്നെ സ്വർഗീയമായ അമലുകൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമൽ നോക്ക് നിങ്ങൾ, എല്ലാ അമലും സ്വർഗത്തിന്റെ മേൽവിലാസല്ലാതെ അപ്പുറത്ത് എന്ത് പറയാണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇത്രത്തോളം ദാനം ചെയ്യും, ധർമ്മം ചെയ്യുന്നത്. ദാനവും ധർമ്മവും ഒന്നും മുടക്കണ്ട, നല്ല രീതിയിൽ അത് ചെയ്യണം. സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ അല്ലാഹു തആല വികസിപ്പിക്കുന്ന, വളർത്തുന്ന ഒന്നാണ് അന്നഫഖതു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവ്. അത് അനുദിനം ഇങ്ങനെ വളരും.
ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരങ്ങളെ, ദാനവും ധർമ്മവും ചുരുക്കരുത്. പരമാവധി അള്ളാഹു തരുന്ന പുരോഗതിക്കനുസരിച്ച് കൂട്ടണം. അള്ളാഹു തആല അതിങ്ങനെ വികസിപ്പിക്കും. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുല മിഅതു ഹബ്ബ വല്ലാഹു യുളായിഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെലവഴിക്കുന്നവരുടെ ഉപമ, അവർ ഒരു വിത്ത്, ഒരൊറ്റ വിത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതുപോലെയാണ്. ആ വിത്തിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടായി. 7 കതിരിലും 7 കോമ്പലകളിലും അള്ളാഹു തആല 100 ധാന്യങ്ങളെ നൽകി എന്ന് പറഞ്ഞാൽ ഒന്നിനെ വികസിപ്പിച്ചുകൊണ്ട് ഒന്നിൽ നിന്ന് 7 എണ്ണം ഉണ്ടായി. 7 എണ്ണത്തിൽ നിന്ന് 700 വികസിപ്പിച്ചു. പിന്നെയും 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 അതിങ്ങനെ പർവ്വതീകരിപ്പിക്കുകയാണ്. വല്ലാഹു യുളായിഫു ലിമൻ യശാ. ഇഖ്ലാസിലും അമലിലും അധ്വാനത്തിലും കുറച്ചുകൂടി കട്ടിയും കനവുള്ള ആളുകൾക്ക് ഇത്രയൊന്നുമല്ല അള്ളാഹു കൊടുക്കുന്നത്. ഒന്നിനെ 700 ആക്കിയിട്ടല്ല, അത് എത്രയെന്ന് കറക്റ്റ് ആക്കാൻ നമുക്ക് കഴിയില്ല. വല്ലാഹു യുളായിഫു ലിമൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന വർധനവ്, അള്ളാഹു തആല കൊടുക്കുന്ന ഇരട്ടി, അത് അള്ളാഹു തആലക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്കറിയില്ല എത്രയാണ് അള്ളാഹു കൊടുക്കുന്നത്. ഒരു സാധാ ലെവൽ പറഞ്ഞതാണ്. ഒരു സാധാ ലെവലിലുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ധാന്യം, ഒരു ദിർഹം, ഒരു രൂപ, ഒരു പൈസ, അത് ഒന്ന് വികസിപ്പിച്ച് 700 വരെ അല്ലാഹു തആല വികസിപ്പിക്കും. പിന്നെ അങ്ങോട്ട് വീണ്ടും ഉണ്ട്, ചുരുക്കിയിട്ടില്ല. അതുകൊണ്ട് അന്നഫഖത്തു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവ് അത് മുടക്കരുത്.